എവിടെയാണ് പോകുന്നത്? സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഈ ഞായറാഴ്ച ഒരു ഹെൽത്തി ബിരിയാണി ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവാമിനെയും കൂട്ടിയിട്ട് കോഴി വാങ്ങാനുള്ള പോക്കാട്ടോ ഇത്. യൂട്യൂബിൽ ഞാൻ അധികം ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചിക്കനും വാങ്ങി തിരിച്ചു വരുമ്പോൾ അരിയും പച്ചക്കറിയും വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വാമിക്ക് ഈ കടയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് അവർക്ക് സ്നാക്സ് വേണം. അവിടുന്ന് സാധനം വാങ്ങി നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഓയിലും നെയ്യും ഒന്നും യൂസ് ചെയ്യാണ്ട് ഒരു സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ബിരിയാണി. ആദ്യം തന്നെ നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ, അത് നല്ല വൃത്തിക്ക് കഴുകി നല്ല സെറ്റാക്കി വെച്ചു. ചങ്ങായി വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടതാട്ടാ. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി. നമ്മൾ ആ ചിക്കനിൽ കുറച്ച് മഞ്ഞൾ, മുളക്, ഉപ്പ്, ഗരം മസാലയൊക്കെ ഇട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സെറ്റായിട്ട് അവിടെ വെച്ചു. ഈ കുക്കറിൽ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ആ ചിക്കനിലൊക്കെ ആ മസാല നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുക്കറിൻ്റെ അടപ്പൊക്കെ ഇട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ചിക്കൻ്റെ വെള്ളം എന്തായാലും ഊറും. കുക്കറിൽ ഒരു വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ആ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ഞാൻ അരി കഴുകി വൃത്തിയാക്കി. അങ്ങനെ ചിക്കൻ്റെ കുറച്ച് പാർട്സും ഉണ്ടായിരുന്നു. അതങ്ങനെ നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഒരു വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ആ വിസിൽ വന്നു കഴിഞ്ഞിട്ടാകുമ്പം ബാക്കിയുള്ള എയർ ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് അത് കളയണം. തുറന്നു നോക്കുമ്പോൾ തന്നെ നമ്മളെ ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളിത് നോക്കിക്കോ, അങ്ങനെ അടിക്ക് പിടിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വെള്ളം ഊറിയിട്ടുണ്ട്. അങ്ങനെ ഈ മസാലയിൽ കുറച്ച് പട്ടഗ്രാമ്പൊക്കെ ഇട്ട് പിന്നെ നമ്മൾ എത്രയാണോ അരി എടുത്തത് ആ അരി അതിൻ്റെ അകത്ത് ഇടുക. പിന്നെ നമ്മൾ എത്രയാണോ, ഒരു കപ്പ് അരിയാണെങ്കിൽ നമ്മളൊരു 3/4 കപ്പ് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിക്കണം. കാരണം ഈ ചിക്കൻ്റെ അകത്തുനിന്നൊക്കെ ഊറിയ കുറച്ച് വെള്ളം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് നമ്മൾ 1 കപ്പ് അരിക്ക് 3/4 കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അരി കുഴഞ്ഞു പോകും. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നെയ്യോ ഓയിലോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ അരിയൊക്കെ ഇട്ട് നമ്മളങ്ങ് കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് വിസിൽ വന്ന ഉടനെ നമ്മളങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് കുക്കറിലെ പ്രഷർ കളയാതെ അവിടെ വെക്കുക. ആ പ്രഷറിൽ അരിയൊക്കെ വെന്ത് സെറ്റായി വരും. നമ്മൾ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് ബിരിയാണി നമുക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ. ഒരു ഓയിലോ നെയ്യോ യൂസ് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ട് നമുക്കൊരു ബിരിയാണി ആക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.